ഇത്ര നാണിക്കാനൊന്നുമില്ലല്ലോ ചേച്ചി. നമ്മളെല്ലാരും ഇപ്പൊ എല്ലാം നടക്കുന്ന കാര്യങ്ങൾ ആ ദിവസം കിസ് ചെയ്യാറുണ്ട്. ലിവിങ് ടുഗദറാണ് ലാസ്റ്റ് കിസ് ഇന്ന് കാണാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സ്പീക്ക് ഔട്ട് ലൗഡ്. അപ്പൊ എല്ലാ മച്ചന്മാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഗൈസ്. അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി വെറൈറ്റി വീഡിയോ ആണ്. അതായത് വാലന്റൈൻസ് ഡേ ആയതുകൊണ്ട് നമ്മള് വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ വീഡിയോ ആണ് നമ്മളിന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. എന്താണെന്ന് ചോദിക്കണമെങ്കിൽ when was your last kiss എന്നൊരു ചോദ്യമായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അപ്പൊ ലെറ്റ്സ് ടോക്ക് അബൌട്ട് എവരിതിങ്, ലെറ്റ്സ് ഹിയർ അബൌട്ട് എവരിതിങ്. ഇത് എന്റെ ഏരിയ ആണ്, എനിക്കിവിടെ വേറെയും കളികളുണ്ട്. ആരെങ്കിലും ചുംബിച്ചിട്ടുണ്ടോ? ഇല്ല. ഇല്ല 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 ഇല്ല. ആ ഉണ്ട്. ആരെങ്കിലും ചുംബിച്ചിട്ടുണ്ടോ? ഇല്ല. സത്യം പറഞ്ഞു നേരത്തോടെ പറഞ്ഞോ സിംഗിളാ? ഇല്ല. വീഡിയോയില് വരാൻ താല്പര്യമില്ലാത്തോണ്ട് പറഞ്ഞാണ്? അല്ല ഇല്ല, ഞാൻ ഇൻട്രോവേർട്ട് ആണ്. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ഇല്ല. വുഡ് യു എവർ കിസ്ഡ് എനിവൺ? ആരെങ്കിലും ചുംബിച്ചിട്ടുണ്ടോ? എനിക്കില്ല. ആരെങ്കിലും ചുംബിച്ചിട്ടുണ്ടോ? ശരി, അപ്പൊ അങ്ങനെയാണ് സംഗതികളുടെ കിടപ്പ്. ആരെങ്കിലും when was your last kiss? ഓർമ്മയില്ല. അവസരമായിട്ട് ചുംബിച്ചത് ഇന്നലെയായിരുന്നു. കണ്ണാടി നോക്കി. ഞാനൊന്നും മിണ്ടുന്നില്ല. ഞാനൊരു വികാര ജീവിയാണ്. കണ്ണാടി നോക്കിയപ്പോഴാണ് ചുംബിച്ചത്. അപ്പൊ ചുംബിക്കാനായിട്ട് വേറെ പെൺകുട്ടി ഇല്ല? ഇന്നലെ അത്ര തന്നെ. when was your last kiss എന്ന് പറയുന്നത്? ലാസ്റ്റ് കിസ് ഇന്ന് കാണാം. താങ്ക് യു സോ മച്ച്. ഡിസംബറിലാണ് ലാസ്റ്റ് കിസ് അല്ലേ? ഓക്കെ. when was your last kiss? ഞാൻ ജസ്റ്റ് ഒരു ആവറേജ് ഒന്ന് ഓർത്ത് പറയാം. എല്ലാ ദിവസവും കിസ് ചെയ്യാറുണ്ട്. ലിവിങ് ടുഗദറാണ്. ആവറേജ് ഒന്ന് പറയാൻ മതി. ചുംബിക്കാനായിട്ട് വേറെ പെൺകുട്ടി ഇല്ല. എന്തുകൊണ്ടാണ്? അത് ചിലപ്പോ വേറെ പെൺകുട്ടികൾക്ക് ഭാഗ്യമില്ലാത്തോണ്ടാവാം. എന്താ അവസരം കിട്ടാത്തോണ്ടോ? അങ്ങനെയല്ല, അങ്ങനെ തോന്നിയിട്ടില്ല മീൻസ് എനിക്ക് ലവർ ഇല്ലാത്തോണ്ടാണ്. എനിക്ക് അങ്ങനെ ആരും തോന്നിയിട്ടില്ല. കിസ് ചെയ്യാൻ തോന്നിയിട്ടില്ല. ലവേ ഇല്ല അല്ലേ? ഓക്കെ. ഒരു ഓഫർ കിട്ടിയത് എടുക്കോ? അതായത് കിസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒരു ഓഫർ കിട്ടിയ വേണ്ട. എന്റെ പെമ്പിള്ളാരെ ഇല്ലേ ലൈഫിൽ? പെമ്പിള്ളാരെ ഇല്ലേ? അങ്ങനെയല്ല, എനിക്ക് അങ്ങനെ റിലേഷൻഷിപ്പ് ഇഷ്ടമില്ല. എന്തുകൊണ്ടാണ് അറിയില്ല. എന്തെങ്കിലും ഉണ്ടോ കാരണം? ഒന്നുമില്ല. പെമ്പിള്ളാരോട് ആകർഷണം തോന്നാണ്ടിരിക്കുന്ന സാഹചര്യം അങ്ങനെയാണ്? അല്ലല്ല, ഞാൻ ലാസ്റ്റ് ലവ് ചെയ്ത് 7th അതോടെ നിർത്തി. അതോടെ എല്ലാം കഴിഞ്ഞു. താല്പര്യമില്ല. എത്ര വർഷത്തെ ലവ് ആണ് ഇത്? ഒരു 1.5 വർഷം. പ്രേമമോ അമ്പടി ജിഞ്ചിന്നാക്കടി. എന്നിട്ടൊരു അവസരം കിട്ടിയിട്ടില്ല. അവസരം കിട്ടാത്തോണ്ടാണോ അതോ പെൺപിള്ളേരോട് താല്പര്യം ഇല്ലാത്തോണ്ടോ? പെൺപിള്ളേരെ കിട്ടാത്തോണ്ടാണ്. പെൺപിള്ളേരാണ് ഇഷ്ടംപോലെ. അങ്ങനെയല്ല, എനിക്ക് കിട്ടാത്തോണ്ട്. നിനക്ക് കിട്ടാത്തോണ്ടാണ്. മാരേജിന് ശേഷം മാത്രം ചെയ്യേണ്ട ഒരു സംഭവമാണെന്ന് വിചാരിച്ചോണ്ടോ? അങ്ങനെയും പറയാം. കല്യാണത്തിന് ശേഷം കിസ് ചെയ്യാൻ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ നമുക്കൊരു കൈ നോക്കാം. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കിസ് ചെയ്തിട്ടില്ല എന്ന് പറയാൻ കാരണം? അങ്ങനെയൊന്നുമല്ല, പ്രത്യേകിച്ച് പെണ്ണില്ലാത്തോണ്ടാണ്. പെണ്ണുണ്ടോ? പെണ്ണൊക്കെ ഉണ്ട്. അതൊരു കിസ് ചെയ്യാനൊരു താല്പര്യം ഇല്ലാത്തതിന്റെ കാരണം? ഇല്ലാത്ത കാരണം കൊണ്ടൊന്നല്ല, നമുക്ക് ആ സ്റ്റേജില് തോന്നിയിട്ടില്ല. ചേച്ചി എന്തുകൊണ്ടാണ് കിസ് ചെയ്യാൻ താല്പര്യം ഇല്ല എന്ന് പറയുന്നത്? അതായത് ആമ്പിള്ളാരോട് താല്പര്യം ഇല്ലാത്തോണ്ടാവും? ഇത്ര നാണിക്കാനൊന്നുമില്ലല്ലോ ചേച്ചി. നമ്മളെല്ലാരും ഇപ്പൊ എല്ലാം നടക്കുന്ന കാര്യങ്ങളല്ലേ. ഇപ്പൊ മാരേജ് ചെയ്യണം നിർബന്ധമില്ലല്ലോ കിസ് ചെയ്യാനായിട്ട്. സിംഗിൾ ആയതുകൊണ്ടോ? അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. പിന്നെ ഞാൻ എന്തിനു വന്ന? സിംഗിൾ ആണ് കുറെ കാലമായിട്ട്. എന്തുകൊണ്ടാണ്? അങ്ങനെയൊന്നുമില്ല, ആളുണ്ട്. വിറ്റാണ് ആള്, ഭയങ്കര വിറ്റാണ്. അവര് തന്നെയാണ്, പക്ഷെ താല്പര്യമില്ല. എത്ര വർഷത്തെ ലവ് ആണ്? റീസെന്റ് ആണ്. അതുകൊണ്ടാണല്ലേ ഒരു അവസരം കിട്ടിയാൽ താന് സമ്മതിക്കും?
എന്താണ് അത് ചെയ്യാൻ ഇത്രയും കാലമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാത്തതിന്റെ കാരണം? പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. തന്റെ തന്തയല്ല എന്റെ തന്ത. ഞങ്ങള് പൊതുവെ സിംഗിളാണ്. അങ്ങനെ താല്പര്യമില്ല, അതുകൊണ്ടാണ്. സിംഗിളാണ്. സിംഗിളാണ്. ബ്രേക്കപ്പ് ആയതാണ്? അല്ല. ലവ് ഉണ്ടായിട്ടില്ല. ഒരു അവസരം കിട്ടുകയാണെങ്കിൽ, ഒരു കിസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒരു അവസരം കിട്ടുകയാണെങ്കിൽ നീ അത് എടുക്കും? ഡെഫിനറ്റ് എന്തായാലും പെൺകുട്ടി എങ്ങനത്തെ ഉള്ളതാണ് അങ്ങനെയൊന്നുമില്ല, പെണ്ണായാൽ അങ്ങനെയൊക്കെ ചോദിച്ചാ നമുക്കൊരു ഇതൊക്കെ വേണല്ലോ. താല്പര്യം വന്നാൽ കിസ് ചെയ്യാൻ ഒരു ഓഫർ കിട്ടുകയാണെങ്കിൽ എടുക്കും? ആരായിട്ടാണെങ്കിലും, ഒരു സ്ട്രേഞ്ചർ ആയിട്ടാണെങ്കിലും എടുക്കും? കിസ് ഒരു ഓഫർ വന്നാൽ മേടിക്കും? അത്ര ഇഷ്ടമുള്ള പരിപാടിയാണ്. എന്നാലും സ്ട്രേഞ്ചറിനെ എങ്ങനെയാ കിസ് ചെയ്യാ? അപ്പൊ താനൊരു ഓഫർ വരികയാണെങ്കിൽ എന്തുകൊണ്ടാണ് എടുക്കില്ല പറയുന്നത്? താല്പര്യമില്ല. ഒരാളെ പറ്റി മനസ്സിലാക്കി, അതായത് പാർട്ട്ണർ ആണെങ്കിൽ മാത്രമാണ് കിസ് ചെയ്യാൻ താല്പര്യം. എന്തുകൊണ്ട് പരിചയം എടുക്കോ ഒരു കിസ് തരാന്ന് പറഞ്ഞിട്ട്? ഇല്ല. സ്വീകരിക്കും. സ്വന്തം പെണ്ണല്ല, ഒരു സ്ട്രേഞ്ചർ ആയിട്ട് ആരാണെങ്കിൽ ഞാൻ ഒട്ടും സ്വീകരിക്കൊന്നുമില്ല. കിട്ടുകയാണെങ്കിൽ നോക്കാം, പറ്റുന്ന ആളെ ആരെങ്കിലും ഒരു കൈ നോക്കാം അല്ലേ? കിട്ടിയെന്ന് വിചാരിക്കും, പക്ഷെ കിട്ടില്ല. കിസ് ഓഫർ വരികയാണെങ്കിൽ ചേച്ചി സ്വീകരിക്കും? അപ്പൊ താല്പര്യമില്ലാത്തതുകൊണ്ടും കൂടിയാണ്. സിംഗിളുമാണ്, താല്പര്യമില്ലാത്തത് കൊണ്ടാണ്. കിസ് തരാന്ന് പറഞ്ഞിട്ട് ഒരു ഓഫർ കിട്ടുകയാണെങ്കിൽ അതെടുക്കും? കിസ് ചെയ്യില്ല. ഇല്ല. എന്തുകൊണ്ടാ എടുക്കില്ല അവരെങ്ങനെ? കിസ്സിന് അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. കിസ് ചെയ്യുമ്പോൾ നമ്മള് നല്ലൊരു ബെനിഫിറ്റ് ഒക്കെ കിട്ടാറുണ്ട്. വിനാശായ ചതുർഭുജാം എന്നാണല്ലോ. ചതുഷ്കൃതാമെന്നല്ലേ സ്വാമി? കിട്ടിയിട്ടെന്താ കാര്യം? കാര്യമൊന്നുമില്ലല്ലോ. അതിലൊന്നുമില്ലെന്ന് വിചാരിക്കുന്നു. ഓഫർ വരികയാണ്, സ്ട്രേഞ്ചറിന്റെ ഒരു ഓഫർ വരികയാണ്, ഒരു കിസ് തരാന്ന് പറഞ്ഞിട്ട്, അപ്പൊ അത് സ്വീകരിക്കും? ഇല്ല. എന്തുകൊണ്ടാണ്? ഒരു പാർട്ട്ണറുമായിട്ട് നമ്മൾ ഒരാളെ കുറിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അങ്ങനെ ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. മാരേജിന് ശേഷം ചെയ്യേണ്ടതാണെന്ന് വിചാരിക്കും. അങ്ങനെയല്ല, നമുക്ക് ഓക്കെ ആണെങ്കിൽ മാരേജ് ശേഷം ചെയ്യാനാണ് എല്ലാവരും എന്റെ അഭിപ്രായങ്ങൾ. അപ്പൊ അതിനെ കുറിച്ച് എന്താ പറയുന്നത്? ഓരോരുത്തരുടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അത് ഇത്ര വലിയ കാര്യമുണ്ടോ? മാരേജിന് ശേഷം മാത്രം ചെയ്യേണ്ട ഒരു പ്രോസസ് ആണോ അത്? ചെറുതായിട്ട് ഞാൻ അങ്ങനെയല്ല, എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ അങ്ങനെയല്ല. എന്തുകൊണ്ടാണ്? താല്പര്യമില്ലാണ്ട് ഡെയിലി ചെയ്യുന്നുണ്ടെങ്കിൽ പറഞ്ഞല്ലേ? താല്പര്യം ഇല്ലാന്നല്ല, ഒരു സ്ട്രേഞ്ചർ ആയതുകൊണ്ടാണോ? ഒരാളെ ഒരു പങ്കാളിയെ പാർട്ണർ ആണെങ്കിൽ താൻ എന്തായാലും സ്വീകരിക്കും? തനിക്ക് അങ്ങനെ ഒരു ഓഫർ ഇതുവരെ കിട്ടിയില്ല, അപ്പൊ തനിക്കൊരു ഓഫർ കിട്ടാണ് എന്താണ് ഇതിന് ഇഷ്ടപ്പെടാണ്ടിരിക്കാനുള്ള കാരണം എന്താണ്? ചുമ്മാ പറ. അറിയില്ല, ചെറുപ്പം ഇഷ്ടല്ല അങ്ങനെയൊന്നും. ചെറുപ്പത്തിൽ ചെയ്യേണ്ട കാര്യമല്ല. ഇഷ്ടല്ല. എല്ലാ മനുഷ്യന്മാർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ആയി രേഖപ്പെടുത്തുക. ഇനി നമ്മുടെ ചാനൽ ആയിരിക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് എത്തുന്നതായിരിക്കും. ക്യാമറമാൻ നവാസിനോടൊപ്പം സൈനിങ് ഔട്ട് അജിത്.